ഗൈസ്, അപ്പോൾ നമ്മളെ ബാംഗ്ലൂർ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. നല്ല നല്ല സ്ഥലങ്ങളും കഴിച്ച ഫുഡും നല്ല സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഈ വ്ളോഗിലെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് എന്തായാലും കാണുക. പിന്നെ അതാ കുറച്ച് ബേക്കറിയും ബസ്സിൽ നിന്ന് കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിരുന്നു. കസിൻ്റെ അടുത്താണ് പോണത്, അവൾ അവിടെയാണ് പഠിക്കുന്നത്. അപ്പോൾ അവൾക്കും കൂടി ആയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ ചാനൽ കയറി നോട്ടിഫിക്കേഷൻ ഓണാക്കിയില്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ ഓണാക്കുക, ലൈക്കും ഷെയറും സബ്സ്ക്രൈബും എല്ലാം ചെയ്യണം. നമ്മൾ ബാംഗ്ലൂർ വാട്ടായേറ്റിൻ്റെ ഒക്കെ വരുന്നുണ്ട്. ഇതാ നമ്മൾ നേരെ ബസ്സിൽ കയറി KSRTC നിലമ്പൂരിൽ നിന്ന് ബസ്സിൽ കയറി നമ്മൾ മോർണിംഗ് ആയപ്പോൾ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് നേരം ഉറങ്ങി റെസ്റ്റൊക്കെ എടുത്ത ശേഷം ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങളിതാ ആദ്യം പോയത് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലേക്കാണ് കേട്ടോ. ഒരു ഐശ്വര്യത്തോടെ തന്നെ തുടങ്ങാം ബാംഗ്ലൂരത്തെ വിശേഷങ്ങളെന്ന് കരുതിയിട്ട് ഞങ്ങൾ ആദ്യം പർച്ചേസിങ്ങിനാണ് ഇറങ്ങിയത്. പിന്നെ അവിടുത്തെ സ്റ്റുഡിയോയിലൊക്കെ പോയപ്പോൾ നിങ്ങളോടൊരു ഹായ് പറയാമെന്ന് കരുതി. അപ്പോൾ അതാ സ്റ്റുഡിയോയിൽ കയറിയിട്ട് കുറച്ച് പർച്ചേസൊക്കെ ചെയ്തു. ഇവിടെ എന്താ പറയുക, നമ്മൾ ഗേൾസിനെ അട്രാക്റ്റ് ചെയ്യുന്ന പലതരം സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം ഞങ്ങൾ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലാണ് പോയത്. കസിന് വേണ്ടപ്പെട്ട ഒരാളാണ് കേട്ടോ. അപ്പോൾ അവളെ കാണാനും അവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനുമാണ് ഞങ്ങൾ പോയത് അവിടെ. അപ്പോൾ ഇതൊരു ഉച്ച കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത്. ആ ഒരു ടൈമിലാണ് അവിടെ രസം കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഫുള്ള് തിരക്കാണ് ഗൈസ്, നല്ല രസമുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചർച്ച് സ്ട്രീറ്റിലാണ് പോയത്. ഇവിടെ മെയിനായിട്ട് ഒന്നും കൂടെ ഫുഡ് ഐറ്റംസ് കൂടുതലുണ്ട്. കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ നമ്മൾ ഫുൾ പർച്ചേസിങ് സാധനങ്ങൾ, ഇവിടെ രണ്ടും ഒന്നും കൂടി കൂടുതൽ ഫുഡ് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ അവിടുന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ മേടിച്ചു. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയെങ്കിലും പിന്നെ കുറേ നടന്ന് നമുക്ക് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കട തപ്പി പോകുമ്പോൾ മിനീസോ കണ്ടു, അവിടെയും കൂടെ കയറിയിട്ടാണ് പിന്നെ ഫുഡ് കഴിക്കാൻ ഞങ്ങൾ കയറിയത് കേട്ടോ. രണ്ട് മൊജിറ്റോ പിന്നെ ഈ മാംഗോൻ്റെ ഒരു തിക്ക് ഷേക്കാണ് പറഞ്ഞത്. ഇതിൻ്റെ പേര് വേറെയാണ്, പോർക്കണില്ല. അപ്പോൾ അത് ആദ്യമായിട്ടാണ് ടേസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ കസിന് റെക്കമെൻഡ് ചെയ്താണ്, പറഞ്ഞ മാതിരി തന്നെ എല്ലാം അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ലോഡഡ് ഫ്രൈസ്, ചിക്കൻ അങ്ങനെ എല്ലാം ഓർഡർ ചെയ്ത് അപ്പോൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു. കുറേ നേരം നടന്ന് പർച്ചേസിങ്ങും അവിടുത്തെ ആ സ്ട്രീറ്റും കാര്യങ്ങളും കാണാൻ ഭയങ്കര മനോഹരമാണ്. അപ്പോൾ അതൊക്കെ കണ്ട് അങ്ങനെ നടക്കാൻ തന്നെ വേറൊരു രസം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളെല്ലാവരും കൂടെ വർത്താനൊക്കെ പറഞ്ഞ് നല്ലൊരു ടൈം സ്പെൻഡ് ചെയ്തു. നമ്മളെ പർച്ചേസിങ്ങും കഴിക്കലും ചർച്ച് സ്ട്രീറ്റും കൊമേഴ്ഷ്യൽ സ്ട്രീറ്റൊക്കെ ചുറ്റിക്കറങ്ങാൻ തന്നെ ഫുൾ രാത്രിയായപ്പോൾ ഒന്നും കൂടെ രസം കേട്ടോ. ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ട് നല്ല തിരക്കുണ്ട്, പക്ഷെ എല്ലാവരും എന്താ നല്ല എൻജോയ്മെൻറ്റിൽ നടക്കാം. പിന്നെ ഇതാ നമ്മൾ ഈ ഒരു കടയിൽ വന്നിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഇതാ ഈ ഒരു ബാർ ഐസ്ക്രീം കഴിച്ചു. ഇതിൻ്റെ പേര് ഞാൻ ശരിക്കും ഓർക്കണില്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അപ്പോഴേക്കും ഞങ്ങളെ വയറൊക്കെ ഫുള്ളായിട്ടുണ്ടായിരുന്നു, അപ്പം മതിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ കാണുമ്പോൾ പൂതിയാവുന്നുണ്ട്. അങ്ങനെ കുറച്ച് നേരം കൂടെ ഞങ്ങൾ അവിടെ ഇരുന്ന് ഐസ്ക്രീം കഴിച്ച് സ്പെൻഡ് ചെയ്ത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് തിരിച്ചു പോയിട്ട് ഞങ്ങൾ അവിടെ പ്രൊജക്ടർ ഉണ്ടായിരുന്നു അവളെ കയ്യിൽ. അതിൽ ഞങ്ങൾ സിനിമയൊക്കെ ഇട്ട് കണ്ടിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉറങ്ങി. ഇപ്പോൾ നമ്മൾ UB സിറ്റി ഷോപ്പിംഗ് മാളിലാണ് വന്നിട്ടുള്ളത്. എന്താ പറയുക, നല്ല അടിപൊളി മാളാണ്. അപ്പോൾ ബാംഗ്ലൂർ വരുന്ന പോലെ എന്തായാലും ഒന്ന് വിസിറ്റ് ചെയ്യുക. നല്ല ക്യൂട്ട് ലക്ഷറി നല്ല ആംബിയൻസ് ഒക്കെ ഉള്ള ഒരു മാളാണ് കേട്ടോ. കുറേ ഫോട്ടോസ് എടുക്കാനും പിന്നെ അതിൻ്റെ ഏറ്റവും ടോപ്പിലെത്തിയാൽ ഔട്ട്ഡോർ കൊടുത്തിട്ട് ഫുഡ് കോർട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയി ഫോട്ടോ എടുത്ത് ചില്ല് ചെയ്ത് ഫുഡൊക്കെ കഴിച്ചിരിക്കാൻ നല്ലൊരു ആംബിയൻസ് ഉള്ള സ്ഥലമാണ്. നല്ലൊരു മാളായിരുന്നു കേട്ടോ.
ഏറ്റവും ടോപ്പിലെത്തി. അവിടെ നമുക്ക് ഫുഡ് കോർട്ടും കാര്യങ്ങളും ഔട്ട് സ്പേസ് ആയി കൊടുത്തിട്ട് അവിടെ ഉണ്ടായിരുന്നു. അവിടെ കുറേ ഫോട്ടോ എടുക്കാനുള്ള നല്ല സ്പേസുകളും ഉണ്ട്. അപ്പോൾ ഈ ഫോട്ടോ ഒക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് നല്ല അടിപൊളി സെറ്റപ്പാണ് കേട്ടോ അവിടെ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആയിട്ട് മെയിനായി എടുത്തു. പിന്നെ ഞങ്ങൾ നേരെ പോയത് ചർച്ച് സ്ട്രീറ്റിലായിരുന്നു കേട്ടോ. നല്ല വിശക്കുന്നുണ്ടായിരുന്നു, ഉച്ച സമയമായിരുന്നു. അപ്പോൾ ഫുഡ് അവിടെ നിന്ന് ആക്കാമെന്ന് എഴുതിയിട്ട് പിന്നെ ഞങ്ങൾ നേരെ ഇവിടുത്തെ ഫോട്ടോ പരിപാടി കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ടാണ് കേട്ടോ വിട്ടത്. ഫുഡൊക്കെ നമ്മളെ കസിൻ റെക്കമെൻഡ് ചെയ്യുന്നതാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാം നല്ല ഒരുപോലെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചർച്ച് സ്ട്രീറ്റിൻ്റെ അവിടെ തന്നെ ഇങ്ങനെ ഒരു പർച്ചേസിങ് ഏരിയ കണ്ടു. അവിടെയും കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു. നല്ല രസമുള്ള എന്താ പറയുക, നമ്മൾ മേടിച്ചു പോകും. അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള വളകൾ, മോതിരങ്ങൾ, കമ്മലുകൾ, ചെരുപ്പുകൾ, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും അവിടെ തിരക്കുണ്ട്. കാരണം നമ്മൾ കണ്ടാൽ ഒന്ന് നോക്കിപ്പോവും. അങ്ങനെ നല്ല അടിപൊളി ഐറ്റംസ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ മേടിച്ചു. പിന്നെ നമ്മളിതാ ചായയും ഐസ്ക്രീമൊക്കെ കഴിക്കാനായിട്ട് ഇവിടെ കയറി. പിന്നെ നമ്മൾ കബോൺ പാർക്കിലാണ് കേട്ടോ പോയത്. ഇവിടെ ഒരു പിക്നിക് സെറ്റപ്പിലാണ് ഞങ്ങൾ പോയത്. ഷാളൊക്കെ വിരിച്ച് കുറച്ച് ടൈം അവിടെ ഇരുന്ന് സംസാരിച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്താൽ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എന്താ പറയുക, മനസ്സിനൊരു സമാധാനം കിട്ടും, ഒരു പോസിറ്റീവ് എനർജി. ഞങ്ങൾ കുറച്ച് നേരം ഇരിക്കാൻ കരുതി കുറച്ച് നേരം പോയി. കാരണം വർത്താനൊക്കെ പറഞ്ഞാൽ നല്ല പീസ്ഫുള്ളായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഇത് അവിടുത്തെ ഹൈക്കോർട്ടാണ്. ഇതിപ്പോൾ എന്താ ക്ലോസ്ഡ് എന്തോ ആണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് കരുതി. പിന്നെ ആ പാർക്ക് കാണാൻ നല്ല രസമാട്ടോ. കുറേ നേരം അതിൻ്റെ ഉള്ളിൽ തന്നെ സ്പെൻഡ് ചെയ്യാൻ കുറേ ഏരിയകളുണ്ട്. പിന്നെ അവിടെ കുറച്ച് പേര് സ്കേറ്റിങ്ങും കാര്യങ്ങളായിട്ട് നല്ല രസമുണ്ടായിരുന്നു അതൊക്കെ കാണാനായിട്ട്. പിന്നെ അതിൻ്റെ വേറൊരു ഏരിയയിലോട്ട് വന്നു. അവിടെ എന്താ പറയുക, അവിടെ നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾ പോയ ടൈം നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയൊക്കെ ടൈം ആയിരുന്നുകൊണ്ട് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും കിട്ടിയിട്ട് എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ കുറേ നടന്ന് ഒരു പീസ്ഫുൾ മൈൻഡായിട്ട് കുറേ നടന്ന് കണ്ടു. വിധാൻസ്വാദം കാണാൻ നല്ല മനോഹരമായിട്ടുണ്ടായിരുന്നു. ഒരു ഈവനിങ് ടൈം ആയപ്പോൾ അത് കാണാൻ ഭയങ്കര കളർഫുൾ ലൈറ്റ്സിലൊക്കെ വന്നിട്ട് നല്ല മനോഹരമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് തന്നെ കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫോട്ടോ എടുത്തിട്ടും ആ ഒരു മനോഹാരിത നോക്കി വന്നിട്ടും കുറേ പേരുണ്ടായിരുന്നു കേട്ടോ അവിടെ. പിന്നെ ഞങ്ങൾ പാർക്കിൽ നിന്നൊക്കെ ഇറങ്ങി ലാസ്റ്റ് മിനിറ്റ് എന്തെങ്കിലും മേടിക്കാണ്ടെങ്കിൽ ഒന്നും കൂടെ ചർച്ച് സ്ട്രീറ്റിൽ പോവാം, അവിടുന്ന് ഫുഡ് കഴിക്കാമെന്നൊക്കെ എഴുതി പിന്നെ അങ്ങോട്ടാണ് കേട്ടോ പോയത്. ചർച്ച് സ്ട്രീറ്റിൽ ഈ ഒരു സ്പെഷ്യൽ ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഷവർമ, അതാ എന്താ പറയുക, ഞാൻ അതുവരെ കണ്ടിട്ടില്ല. ഇങ്ങനെ ഒരു ചിക്കൻ ഫില്ലിയൊക്കെ ഉള്ള ഷവർമ അത് കഴിക്കാനാണ് പോയത്. ഫസ്റ്റ് ഡേ പോയപ്പോൾ ആളുകൾ കൊണ്ട് നമുക്ക് ആ കട കാണാൻ പറ്റില്ല, അത്ര തിരക്ക്, ഇന്നും തിരക്കുണ്ടായിരുന്നു. പക്ഷേ ഇത് അവൾ പറഞ്ഞ സ്ഥിതിക്ക് മസ്റ്റ് ട്രൈ ആയതുകൊണ്ട് കഴിച്ച് നോക്കി. എന്താ പറയുക, നല്ല ഫില്ലിംഗ് ആയിട്ട് നല്ല ടേസ്റ്റുള്ള ഷവർമ. അത് കഴിഞ്ഞിട്ട് നമ്മളിതാ നേരെ പോയി. കുറച്ച് കഴിഞ്ഞിട്ടാട്ടോ അത് പോയത്, കുറച്ച് നടത്തവും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ബോബ ചായ കുടിക്കാൻ പോയി. അതെന്താ പറയുക, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്, അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല മനോഹരമായിട്ട് നമ്മൾ ആ ഡേ സ്പെൻഡ് ചെയ്തിട്ട് ഇതാ നേരെ നമ്മൾ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് നൈറ്റ് അവിടെ നല്ല രസമാട്ടോ, പറയാതെക്കാൻ വയ്യ. നൈറ്റ് വൈബ് പിന്നെ വേറൊരു രസമാണല്ലോ, നമ്മൾ ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടും എല്ലാം പോയാൽ സംസാരിച്ചൊക്കെ സ്പെൻഡ് ചെയ്ത് നടക്കുക, നല്ല ലൈറ്റ്സും കാര്യങ്ങളും. അങ്ങനെ ഞങ്ങൾ റൂമിലെത്തിയിട്ട് ഇതാ ലാസ്റ്റ് ഈ ഒരു കുൽഫിയോടുകൂടി അവസാനിപ്പിക്കാമെന്ന് കരുതിയിട്ട് ഈ കുൽഫി മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് എന്താ, ഞങ്ങൾ ഡേറ്റ്സും പിന്നെ മാംഗോ ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരു വ്യത്യസ്ത വെറൈറ്റി ടൈപ്പ് കുൽഫിയായിരുന്നു, വെറൈറ്റി ടേസ്റ്റും ആയിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേമാതിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതൊക്കെ കഴിച്ച് വർത്താനൊക്കെ പറഞ്ഞ് കുറച്ച് നേരം മൂവിയൊക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ കടന്നിട്ടുണ്ടായിരുന്നത്.
മനോഹരമായ ബാംഗ്ലൂർ ഡേയ്സ് ദാ ഇവിടെ കഴിയാണ്. ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ്. നമ്മൾ ഹറിബറി ആയിരുന്നു, കാരണം നല്ല ബ്ലോക്കായിരുന്നു കേട്ടോ, നല്ല ബ്ലോക്കായിരുന്നു. പിന്നെ ഇയാൾ ആദ്യം സ്പീഡിൽ പോകാൻ പറഞ്ഞപ്പോൾ ഭയങ്കര സ്ലോ, പിന്നെ നമ്മൾ അർജൻറ്റൊക്കെ കണ്ടിട്ട് പിന്നെ സ്പീഡ് കൂട്ടി പോയി. അങ്ങനെ പോയാലും എന്താ പറയുക, ബ്ലോക്ക് കാരണം നമുക്ക് കറക്റ്റ് ടൈമിങ്ങിൽ ഞങ്ങൾ എത്തിയത്. ഞങ്ങൾ ലാസ്റ്റ് കോൾ ചെയ്ത് പറയായിരുന്നു ഇപ്പം എത്തും. അങ്ങനെ നമ്മൾ എന്തോ അൽഹംദുലില്ലാ കറക്റ്റ് ടൈമിലെത്തി. നമ്മൾ ബസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സമാധാനമായിട്ട് ഞങ്ങൾ സീറ്റിലൊക്കെ കയറിയിരുന്നു. ഇനി നമ്മൾ ഇവിടുന്ന് പോവുകയാണ്. നല്ല സങ്കടമുണ്ട്, കാരണം കസിൻ അത്ര നല്ല രീതിക്കാണ് നമ്മളവിടെ കൊണ്ടു നടന്നത്. അത്ര ബോൾഡാണ് കേട്ടോ അവൾ. അപ്പോൾ ഇവിടുന്ന് പെട്ടെന്ന് ഈ പോകേണ്ടി വന്നപ്പോൾ എന്തോ ഒരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ നല്ല രീതിക്കാണ് ഞങ്ങളെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്തത്. ക്വാളിറ്റി ടൈമായിരുന്നു, സംസാരിച്ചിട്ടും കറങ്ങിയിട്ടും ഫുഡ് ഓരോന്ന് നല്ല ഫുഡൊക്കെ ട്രൈ ചെയ്ത് പർച്ചേസൊക്കെ പോയി നല്ല മൈൻഡ് ഫ്രഷ് ആയിരുന്നു. പിന്നെ നമ്മളിതാ നമ്മുടെ മൈസൂർ എത്തിയിട്ടുണ്ട്. ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. എപ്പോഴും ബസ്സിൽ കയറുമ്പോൾ ആദ്യം ഉറങ്ങുന്ന ആളാണ് ഞാൻ. പക്ഷെ ഇപ്രാവശ്യം പോകുമ്പോൾ എനിക്കും എന്താ പറയുക, നല്ലപോലെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണുന്ന ആഗ്രഹമുള്ളതുകൊണ്ട് ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. കാട്ടിൽ കയറുന്ന സമയത്ത് ഞങ്ങളെല്ലാവരും എക്സൈറ്റഡ് ആയിരുന്നു, ഒന്ന് എന്തെങ്കിലും കാണുമെന്നൊക്കെ. അപ്പോൾ ഞങ്ങൾ ആനനെ കേട്ടോ ഇപ്പോൾ കണ്ടുപോയത്. കയറിയപ്പോൾ തന്നെ കുറച്ച് ആനിമൽസിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ആന, പിന്നെ നമ്മളെ കാട്ടുപോത്ത്, മയിൽ, പിന്നെ മാന്, അങ്ങനെ. അപ്പോൾ ഈ വീഡിയോസിൽ അതൊക്കെ ഉണ്ട്, നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്കും കാണാൻ പറ്റും. പിന്നെ എന്താ പറയുക, നമ്മളെ ബാംഗ്ലൂർ പോയത് അടിപൊളിയായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ്, നല്ലൊരു സമാധാനം, നല്ലൊരു പോസിറ്റീവ് വൈബ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ഒരു സങ്കടം വിട്ടു പോന്നപ്പോൾ പിന്നെ മൈൻഡ് ഭയങ്കര റിലാക്സ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഈ വ്ളോഗ് കണ്ടിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ കമൻറ്റ്, ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ഒന്നും ചെയ്തില്ലെങ്കിൽ എന്തായാലും ചെയ്യുക. നമ്മളിനി ന്യൂ അടിപൊളി വ്ളോഗും കാര്യങ്ങളും ചലഞ്ച് വീഡിയോസും ഒക്കെ ആയിട്ട് വരും. അപ്പോൾ നല്ലൊരു സൺസെറ്റ് ടൈമും എല്ലാ അനിമൽസിനെ കാണാനും പറ്റി. പിന്നെ എന്താ പറയുക, നല്ലൊരു പീസ്ഫുൾ നല്ലൊരു യാത്രയായിരുന്നു കേട്ടോ. ഉറങ്ങാൻ തോന്നിയിട്ടേ ഉണ്ടായിരുന്നില്ല, ഉറക്കം വന്നിട്ടില്ല. അത്ര എന്താ പറയുക, മൈൻഡ് റിലാക്സ് ചെയ്യണ കണ്ടിരിക്കാൻ പറ്റിയൊരു യാത്രയായിരുന്നു കാട്ടിക്കൂടെ പോയപ്പോൾ. പിന്നെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലൊരു കുട്ടി ഉണ്ടായിരുന്നു. അത് നല്ല എക്സൈറ്റോടെ ഓരോന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് എല്ലാ അനിമൽസിനെയും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ നിങ്ങളും സ്കിപ്പ് ചെയ്യാണ്ട് ഈ കാട്ടിലെ മനോഹരമായ കാഴ്ചകൾ കാണൂ കേട്ടോ. ഞാൻ പറഞ്ഞ മാതിരി ആ കുട്ടി എക്സൈറ്റഡ് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഓപ്പോസിറ്റ് സൈഡിലെ ആനനെയൊക്കെ കാണാൻ പറ്റി. പിന്നെ കാട്ടുപോത്ത് എല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ യാത്ര. എന്താ പറയുക, നല്ലൊരു ഫീലായിരുന്നു. അപ്പം നിങ്ങൾ ഈ ഒരു ടൈമിൽ ബസ്സൊക്കെ ബുക്ക് ചെയ്യാൻ നോക്കുക. അപ്പം നമുക്ക് ഇരുട്ടത്തല്ല, വിളിച്ച് തന്നെ നല്ല മനോഹരമായ കാട്ടിലെ യാത്ര ആസ്വദിക്കാം കേട്ടോ. പിന്നെ നമ്മൾ നൈറ്റ് ആയപ്പോൾ നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഉമ്മാൻ്റെ സിസ്റ്ററുണ്ട്, അവരുടെ വീട്ടിലായിരുന്നു സ്റ്റേ. നമ്മൾ ബസ് അവിടെ ഇരുന്ന് നിർത്തുന്നുണ്ടായിരുന്നത്. അപ്പോൾ നല്ല ഫുഡ് ഉണ്ടായിരുന്നു കേട്ടോ, നല്ല പൊറാട്ട, ചിക്കൻ എല്ലാം ഉണ്ടായിരുന്നു. നല്ല ആസ്വദിച്ച് കഴിച്ചിട്ട് പിന്നെ നല്ലൊരു ഉറക്കം ഉറങ്ങി. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെയുള്ളൂ. ഇനി നല്ല മനോഹരമായിട്ടുള്ള വീഡിയോ ആയിട്ട് പിന്നെ വരാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണേ. ഓക്കെ, ബൈ, സി യു.